ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആനുവൽ എക്സാം 2024-25 ആനുവൽ എക്സാം കഴിഞ്ഞു അല്ലേ. 9ാം ക്ലാസ്സിലത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 9ാം ക്ലാസ്സിലത്തെ ഇംഗ്ലീഷ് ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് എത്ര മാർക്കൊക്കെ കിട്ടിയെന്ന് അറിയാൻ അതിൻ്റെ ആൻസേഴ്സൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾക്ക് തന്നിരുന്നത്? Question 1 to 5. Read excerpt from Toys to Teens and answer the question that follow. അല്ലേ, നമ്മൾ പഠിച്ച ചാപ്റ്ററാണ് ടോയ്സ് ടു ടീൻസ് എന്നുള്ളത് അല്ലേ. ആ ചാപ്റ്ററിൽ നിന്നും ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. 8 years old Grace came home from 3rd grade one day and announced to her mother, I need a monster high doll for Halloween, Mom. The one I like is named Dracula's. അല്ലേ, നമ്മൾ പഠിച്ചതാണ് അല്ലേ, ആ പാഠത്തിൽ പഠിച്ചതാണ് നമ്മൾ. ഗ്രേസ് വന്ന് എന്താണ് അവളുടെ അമ്മയോട് അവൾക്ക് എന്ത് വേണമെന്ന് പറയുന്ന മോൺസ്റ്റർ വേണം, അവൾക്ക് ഇഷ്ടപ്പെട്ട മോൺസ്റ്ററിൻ്റെ പേര് ഡ്രാക്കുലാസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഹെർ മദർ വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ്. അത് കേട്ടപ്പോൾ എന്താണ്, അത്ഭുതപ്പെട്ടു അല്ലേ. ഗിവൺ ദാറ്റ് ഗ്രേസ് ഹാഡ് നോട്ട് എക്സ്പ്രസ്ഡ് എനി ഇൻട്രസ്റ്റ് ഇൻ സച്ച് എ ഡോൾ ബിഫോർ. ഇതിന് മുന്നേ ഗ്രേസ് ഇങ്ങനെയൊന്നും അമ്മയോട് ഇങ്ങനെ ഈ ഡോൾ വേണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഗ്രേസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ എന്താ ഇത് സർപ്രൈസ്ഡ് ആയി. വാട്ട്സ് എ മോൺസ്റ്റർ ഹൈഡോൾ? എന്താണ് മോൺസ്റ്റർ ഹൈഡോൾ? ഹെർ മദർ ആസ്ക്ഡ്. അവളുടെ മദർ ചോദിച്ചു, അവളുടെ അമ്മ അവളോട് ചോദിച്ചു എന്താണ് ഈ മോൺസ്റ്റർ ഹൈഡോൾ എന്നാൽ. ദി ആർ കൂൾ മം. They all have monster named like Frankenstein and a Claudine Wolf. But I like Dracula's. അല്ലേ, അതൊരു കൂളായിട്ടുള്ള ഡോൾസ് ആണ് അല്ലേ. ഒരുപാട് മോൺസ്റ്റർ ഉണ്ട്, അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്കിഷ്ടം ഡ്രാക്കുളയാണ്. ഷീ ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ. അവൾക്ക് എന്തുണ്ട്, നീളത്തിലുള്ള കറുത്ത മുടിയുണ്ട്. പിങ്ക് ബൂട്ട്സ് ആൻഡ് എ പെറ്റ് ബാറ്റ്. അല്ലേ, പിങ്ക് ബൂട്ട്സും ഒരു പെറ്റ് ബാറ്റും ഉണ്ട്. ഐ ലവ് ഹെർ ഔട്ട്ഫിറ്റ്. എനിക്ക് അവളുടെ ഔട്ട്ഫിറ്റ് വളരെ ഇഷ്ടമാണ്. റിപ്ലൈഡ് ഗ്രേസ്. ഗ്രേസ് പറഞ്ഞു. ഹൗ ഡു യു നോ അബൌട്ട് ദീസ് ഡോൾസ്? നിനക്ക് എങ്ങനെയാണ് ഈ ഡോൾസിനെ കുറിച്ചൊക്കെ അറിയുന്നത്? ഹെർ മദർ ആസ്ക്ഡ്. അല്ലേ, അവളുടെ മദർ ചോദിച്ചു. മഡ്ഡി ടോൾഡ് മീ അബൌട്ട് ദം. മഡ്ഡി എന്നോട് അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. We watched some of their videos at മഡ്ഡീസ് ഹൗസ്. അല്ലേ, ഞങ്ങൾ മഡ്ഡീസിൻ്റെ ഹൗസിൽ നിന്ന് വീട്ടിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വി ഈവൻ പ്ലേഡ് എ കമ്പ്യൂട്ടർ ഗെയിം. അതിൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഗെയിം വരെ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. മം, ഡ്രാക്കുള ഹാസ് ഹെർ ഓൺ വെബ്സൈറ്റ് സെഡ് ഗ്രേസ്. ഡ്രാക്കുളാസിന് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് വരെ ഉണ്ട്. വാട്ട് ഡു ദ ഡോൾസ് ഡു ഇൻ ദീസ് വീഡിയോസ്? ഈ വീഡിയോസിലൊക്കെ ഡോൾസ് എന്താ ചെയ്യുന്നത്? പ്രോബ്ഡ് ഹെർ മദർ. അവളുടെ മദർ ചോദിക്കുകയാണ്. ദേ പുട്ട് ഓൺ മേക്കപ്പ് ആൻഡ് റൈറ്റ് ഇൻ ദെയർ ഡയറീസ് ദേ ഓൾ ഗോ ടു മോൺസ്റ്റർ ഹൈ ഡോൾസ്. ഗ്രേസ് റിപ്ലൈഡ്. അല്ലേ, അവർ മേക്കപ്പിനെ കുറിച്ച് ഇടുന്നത് പറയും, അവരുടെ എന്താണ് ഡയറീസ് എല്ലാം ആ വീഡിയോസിലൂടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈവൻറ്റ് ഡസ് ഗ്രേസ് നീഡ് എ ഡോൾ ഫോർ? ഏത് ഇവൻറ്റ്സ് ആണ്? ഹലോവീൻ അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ഗ്രേസ് പ്രിഫർ ഡ്രാക്കുലാസ്? എന്തുകൊണ്ടാണ് ഗ്രേസ് ഡ്രാക്കുളയെ പ്രിഫർ ചെയ്തത്? ഡ്രാക്കുള ഹാസ് എ ലോങ് ബ്ലാക്ക് ഹെയർ, പിങ്ക് ബൂട്ട്സ് ആൻഡ് എ പെറ്റ് ബാറ്റ്. ഗ്രേസ് ലവ് ഹെർ ഔട്ട്ഫിറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു ടോൾഡ് ഗ്രേസ് അബൌട്ട് ദ മോൺസ്റ്റർ ഹൈഡോൾ? ആരാണ് അവളോട് ഗ്രേസിനോട് മോൺസ്റ്റർ ഹൈഡോളിനെ കുറിച്ച് പറഞ്ഞത്? മഡ്ഡിയാണ് അല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് എ സെറ്റ് ഓഫ് ക്ലോത്ത്സ് വോം ടുഗദർ. ഏതാണ്? ഔട്ട്ഫിറ്റ് അല്ലേ, ആ വേർഡ്സ് ആണ്. വൈ വാസ് ദ മദർ സർപ്രൈസ്ഡ് വെൻ ഗ്രേസ് എക്സ്പ്രസ്ഡ് ഹെർ ഡിസൈർ ടു ഗെറ്റ് ഡ്രാക്കുള? Grace had not expressed any interest in such a doll before. അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ 6 to 9. റീഡ് ദ ലൈൻസ് ഫ്രം ദ സോങ് ലെറ്റ് ഇറ്റ് ഡു ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അല്ലേ, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ പഠിച്ചു. അവിടെ നിന്നുള്ള കുറച്ച് ലൈൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. The snow glows white on the mountain tonight, not a footprint to be seen. A kingdom of isolation, and it looks like Cam the Cune. The wind is howling like
the swinging storm inside. Could not keep it in. Heaven knows I tried. Don't let them in, don't let them see. Be the good girl. You always have to be concealed. Don't feel, don't let them know. Well, now they know. അല്ലേ, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന അതിലത്തെ പോയിന്റത്തെ ലൈനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിലെ 6th ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ കോൾ ദ പ്ലേസ് എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ? എന്താണ്? ഷീ ഈസ് എലോൺ ദർ, അല്ല, അവൾ അവിടെ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് കിങ്ഡം ഓഫ് ഐസൊലേഷൻ എന്ന് സ്പീക്കർ വിളിക്കാൻ കാരണം. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റന്റ് ഓർ സിമിലി ഫ്രം ദ ലൈൻസ് ഗിവൺ എബോവ്. ഏതാണ്? ദ വിൻഡ് ഈസ് ഹൗളിംഗ് ലൈക്ക് ദ സ്വിംഗ്ലിംഗ് സ്ട്രോം, അല്ലേ? 8th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ് ദ എൽസ കുഡ് നോട്ട് കീപ് ഇൻ? ഹർ ട്രൂ ഇമോഷൻസ്, അല്ലേ, അവളുടെ ശരിയായിട്ടുള്ള ഇമോഷൻസ് ആണ് അവൾ കീപ്പ് ചെയ്തത്. 9th, വൈ ഈസ് എൽസ ആസ്ക്ഡ് ടു കൺസീൽ ഹർ ഫീലിങ്സ്? എൽസ ഈസ് ആസ്ക്ഡ് ടു കൺസീൽ ഹർ ഫീലിങ്സ് ടു റിമൈൻഡ് ദ ഗുഡ് ഗേൾ ഷീ ഓൾവേസ് ഈസ് ടു ബി, അല്ലേ? അപ്പോൾ ഇത്രയാണ് 6th മുതൽ 7th വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം വാക്ക് എലോൺ ഫോക്കസിങ് ഓൺ ദ തീം, ഇമാജിനറി ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ്. അല്ലേ, അപ്പോൾ നമ്മൾ വാക്ക് എലോൺ എന്ന് പറയുന്ന പോയം പഠിച്ചതാണ്. അതിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതാനാണ്, വേറൊരു എന്താണ്, ഇമാജിനറി ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ്. ഇഫ് നോ വൺ ലിസൺ ടു യുവർ കോൾ ദെൻ യു മസ്റ്റ് വാക്ക് ഓൺ എലോൺ, അല്ലേ? നിങ്ങളുടെ എന്താണ് വിളി ആരും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുക. മൂവ് ഓൺ എലോൺ, ഒറ്റയ്ക്ക് മൂവ് ചെയ്യുക. മൂവ് ഓൺ എലോൺ ആൻഡ് മൂവ് ഓൺ എലോൺ, അല്ലേ? നമ്മൾ ഈ പാഠം പഠിച്ചതാണ്. ഇനി ഇതിൻ്റെ അപ്രിസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം? നിങ്ങൾ അതിൻ്റെ കണ്ടൻറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ, അക്ഷരത്തെറ്റില്ലാതെ, ഫ്ലുവൻസ് ആയിട്ട് നിങ്ങളുടെ വേർഷനും കൂടി ഉൾപ്പെടുത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാക്ക് എലോണിൻ്റെ മുഴുവനായിട്ടുള്ള ഡീപ്പായിട്ടുള്ള എന്താണ് അതിൻ്റെ മീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ എഴുതിയതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. വീണ്ടും ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലൈമറ്റ് ചേഞ്ച് റെഫേഴ്സ് ടു സിഗ്നിഫിക്കൻറ്റ് long-term shifts in global temperature and weather pattern primarily driven by human activities. The burning of fossil fuels such as coal, oil, and natural gas release greenhouse gases like carbon dioxide into the atmosphere, intensifying the natural greenhouse effect and leading to global warming. This warming results in melting glaciers, rising sea level, and increased frequency of extreme weather. അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് നന്നായിട്ട് നിങ്ങൾ ഈ പാരഗ്രാഫ് റീഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ക്ലൈമറ്റ് ചേഞ്ച്? എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എ സിഗ്നിഫിക്കൻറ്റ് ലോങ് ടേം ഷിഫ്റ്റ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ ആൻഡ് വെതർ പാറ്റേൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ക്ലൈമറ്റ് ചേഞ്ച് എഫക്റ്റ് ബയോവേഴ്സിറ്റി? ഇങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റിയെ ക്ലൈമറ്റ് ചേഞ്ച് എഫക്റ്റ് ചെയ്യുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഡിസ്റ്റർബ്സ് എക്കോസിസ്റ്റം leading to biodiversity loss, food and water security. മൂന്നാമത്തത്, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 14ാമത്തെ ചോദ്യം, ഹൗ ഡസ് ക്ലൈമറ്റ് ചേഞ്ച് എഫക്റ്റ് സീ ലെവൽ? എങ്ങനെയാണ് സീ ലെവലിനെ എഫക്റ്റ് ചെയ്യുക? ഇറ്റ് മെൽറ്റ് ഗ്ലാസറീസ് വിച്ച് കോസ് റൈസ് ഇൻ ദ സീ ലെവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വി ലിവ് ഇൻ എ വേൾഡ് where the advertising media often lures us to become consumers of product we do not want.
In the light of your reading of the articles Toys to Teen, prepare a write-up on the influence of advertisement on adolescents. അല്ലേ, അഡ്വർടൈസ്മെൻറ്റ്സ് എങ്ങനെയാണ് അഡോളസൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഈ ടോയ്സ് ടു ടീൻസ് എന്ന് പറയുന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അടുത്ത ചോദ്യം വരുന്നത് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ദ ലെജൻഡറി കാർട്ടൂണിസ്റ്റ് ജോസഫ് ബാർബേറ ലൈക്ക് കിങ് ഓഫ് പോപ്പ് മൈക്കൽ ജാക്സൺ ഹിറ്റ് ദ ഹെഡ്ലൈൻ ദ നെക്സ്റ്റ് ഡേ, പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടും നമ്മൾ എഴുതിയതാണ്. ഇതൊക്കെ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസിലുണ്ട്. നമ്മളെ ചാനലിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൽ 17th to 19th ആൻസർ എനി 2 ഓഫ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ആണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് പ്രിപ്പയർ 5 ക്വസ്റ്റ്യനെയർ ബേസ്ഡ് ഓൺ ഇറ്റ്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങളോട് ചോദ്യം ഉണ്ടാക്കാനാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ 18ാമത്തത് മൈക്കൽ ജാക്സൺ ഈസ് ക്വൈറ്റ് ഫാസിനേറ്റഡ് ബൈ ദ സ്കെച്ചസ് ഓഫ് എ കാർട്ടൂൺ ബൈ ജോസഫ് ബാർബേറ. ഹീ ജോട്ട്സ് ഡൗൺ ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി, പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. അല്ലേ, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം ആണ്. അപ്പോൾ എല്ലതും നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറിയൊക്കെ ആ ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ലഭിക്കും. ഇനി 19ാമത്തത് ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ടോയ്സ് ടു ടീൻസ് ആണ്. നമുക്കറിയാം ആ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ചിത്രം വിവരിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ 20 to 23 ആൻസർ 3 ഓഫ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നെണ്ണത്തിന് ഇതിൽ ഏതെങ്കിലും 3 ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 20ാമത്തെ ചോദ്യം യു ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ജോസഫ് ബാർബേറ. നിങ്ങൾക്ക് ജോസഫ് ബാർബേറയുമായി മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വൺ ഓഫ് ദ കാർട്ടൂൺ ആർട്ടിസ്റ്റ് ഓഫ് ക്രിയേറ്റഡ് ടോം ആൻഡ് ജെറി, പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോസഫ് ബാർബേറ ആൻഡ് യു. അല്ലേ, അപ്പോൾ നിങ്ങളും ജോസഫ് ബാർബേറയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ എക്സാമിൻ്റെ മുന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ നീരജ് ബാനോട്ട് എക്സംപ്ലിഫൈസ് ദ ഇൻഡോമിനബിൾ ഹ്യൂമൻ സ്പിരിറ്റ്സ്. ഹെർ കറേജ് ആൻഡ് സെൽഫ് സാക്രിഫൈസ്ഡ് ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നീരജ് ബാനോട്ട്. അല്ലേ, നീരജ് ബാനോട്ടിൻ്റെ പ്രൊഫൈൽ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ പാഠഭാഗത്തിലും പഠിച്ച ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. ചാപ്റ്റർ ഭാഗം എടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാകും. MT വാസുദേവൻ നായരുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ MT വാസുദേവൻ നായർ യൂസിങ് ഡീറ്റെയിൽസ് ബിലോ. അല്ലേ, താഴെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് വിവരിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും നമ്മൾ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. ഇനി 23ാമത്തത് വി നീഡ് ടു ഫോളോ ആൻഡ് പ്രാക്ടീസ് ഓൺലൈൻ മാനേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് courteously on the internet. Prepare an email to be sent to the editor of leading diary about the need to educate the public of cyber etiquette. അല്ല, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെയിം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഫുൾ മാർക്ക് ലഭിക്കും. 24th question to 28th വരെ സ്റ്റഡി ദ ഫോളോവിങ് ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അല്ലേ, ന്യൂസ് ഹെഡ്ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 1 2 3 4 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ 24th ഹൗ ഈസ് P. ജയചന്ദ്രൻ ഹൂ പാസ്ഡ് എവേ റീസെൻ്റ്ലി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഹെഡ്ലൈൻ. അപ്പോൾ ഈ ഹെഡ്ലൈൻ വായിച്ചിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അല്ലേ, അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ വരിക? ഏതാണ്? ലെജൻഡറി സിംഗർ P. ജയചന്ദ്രൻ പാസ്ഡ് എവേ. ഇനി 25th ദ ഹെഡ്ലൈൻ ദാറ്റ് ഡീൽസ് വിത്ത് എ വിന്നേഴ്സ് ഓഫ് സ്കൂൾ കലോത്സവം ഈസ് 25th എന്താണ്? തൃശ്ശൂർ ക്ലിഞ്ചേഴ്സ് കേരള സ്കൂൾ കലോത്സവം ട്രോഫി. 26th വിച്ച് ഹെഡ്ലൈൻ മേ സിഗ്നിഫിക്കൻ്റ്ലി ബൂസ്റ്റ് ദ കോൺഫിഡൻസ് ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രി. എന്താണ്? കേരളാസ് കാപ്പാട് ആൻഡ് ചാൽ ബീച്ചേഴ്സ് ഗെറ്റ് ഗ്ലോബൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. ഇനി 27th വാട്ട് ഡു ഇന്ത്യൻസ് ഫീൽ അബൌട്ട് AI? 84% Indians feel AI will significantly influence their life. 28th the headline that refers to a historic win by an Indian is എന്താണ്? Norio Humpy wins Women's Rapid Chess Championship.
ഇനി 29th റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗാണ്. ഡയലോഗ് റിപ്പോർട്ടാക്കി എഴുതാനാണ്. മൈക്കൽ ജാക്സൺ എന്താ പറയുന്നത്? ഹാവ് യു റിയലി റിട്ടൺ ഓൾ ദോസ് ടോം ആൻഡ് ജെറി സീരീസ്? ജോസഫ് ബാർബേറ നോ ഐ ഡ്രൂ ദം. അല്ലേ, മൈക്കൽ ജാക്സൺ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് റിയലി റിട്ടൺ ഓൾ ദോസ് ടോം ആൻഡ് ജെറി സീരീസ്. അല്ലേ, ബി എന്താണ്? ജോസഫ് ബാർബേറ റിപ്ലൈഡ് നോ ആൻഡ് ആഡഡ് ദാറ്റ് ഹി ഹാഡ് ഡ്രോൺ ദം. നെക്സ്റ്റ് 30ാമത്തത് എഡിറ്റ് ദ ഫോളോവിങ് പാസേജ് ആണ്. മാർക്കറ്റേഴ്സ് ഹാസ് എ ഡെവലപ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് സ്ട്രാറ്റജീസ്. അല്ലേ, എന്താണ്? ഹാവ് ആണ് വരുന്നത്, ഹാസ് അല്ല, ഹാവ് ആണ്. മാർക്കറ്റേഴ്സ് ഹാവ് ആണ് വരിക. ലൈക്ക് ദ യൂസ് ഓഫ് സൗണ്ട് എഫക്റ്റ്, ബ്രൈറ്റ് കളേഴ്സ്, ജിംഗിൾസ്. അനിമേറ്റഡ് എന്നുള്ളത് എന്താണ്? സ്പെല്ലിങ് തെറ്റാണ് അല്ലേ, അവിടെ അമിനേറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അനിമേറ്റഡ് ANIMATED ആണ്. ക്യാരക്ടേഴ്സ് ആൻഡ് എ വെറൈറ്റി. ടു അല്ല, സി ഓഫ് ആണ് അല്ലേ, സി എന്നുള്ളത് ഓഫ് ആണ്. അത് പ്രൊഡക്ഷൻ ടെക്നിക് ടു ലാർജസ്റ്റ് യങ്ങസ്റ്റ് അല്ല, യങ് ആണ് അല്ലേ, യങ് കൺസ്യൂമേഴ്സ്. അതാണ് എഡിറ്റ് ചെയ്തത് വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? 31ാമത് ചോദ്യം. കംപ്ലീറ്റ് ദ പാസേജ് ഗിവൺ ബിലോ യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. വെൻ ദ ടു ലെജൻഡ്സ് എന്താണ്? മീറ്റപ്പ് ആണ്. മീറ്റപ്പ് ദേ വർ ഹൈലി ഇംപ്രസ്ഡ് ബൈ ഈച്ച് അതർ. Michael Jackson go on admiring Joseph Barbera and he in turn could make out how genuine a person Michael Jackson was. Barbera make out അല്ല, put across അല്ലേ, put across ആണ്. സി ആണ് മേക്ക് ഔട്ട് വരുന്നത്. ഡി put across his demand for an autograph which was immediately obliged by Michael Jackson. നെക്സ്റ്റ് 32ാമത്തത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ഇൻ എ സ്ട്രേഞ്ച് ടെയിൽ ഓഫ് ആണ് വരിക. കറേജ് ആൻഡ് റെസിലൻസ്. 4 children, one as young as 11 months survived a deadly plane crash. The plane crashed deep in the Colombian Amazon. നെക്സ്റ്റ് ദ ഹൈജാക്കേഴ്സ് ഓഫ് ദ ഡാഷ് എന്താണ്? പ്ലെയിൻ ഓർ പ്ലെയിൻ എന്നാണ്? പ്ലെയിൻ ആണ്, PLANE ആണ്. ഗെയിൻഡ് അക്രോസ് പോസിങ് ആൻഡ് എയർപോർട്ട് സെക്യൂരിറ്റി പേഴ്സണൽ ആണ് അല്ലേ, PERSONNEL ആണ് അല്ലേ. ചൂസിങ് ദ കറക്റ്റ് വേർഡ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അടുത്തത് 34ാമത്. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രേസ് ആൻഡ് ഹെർ മദർ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോം എന്താ പറയുന്നത്? യു റിയലി വാണ്ട് ടു ബി മോൺസ്റ്റർ ഹൈഡോൾ ഡോണ്ട് യു അല്ലേ. യെസ് മോം, ദേ ആർ സോ കൂൾ. വുഡ് യു മൈൻഡ് if I bought another doll? Yes, I do. I don't want you to buy any other doll. Mom, if you promise me to be good, if you promise to be good girl, I will buy it for you. Oh, thank you. Will you buy Dracula for me? Okay, I will buy the doll named Dracula. 35 and last question. Read the sentence given below and identify the noun phrase in subject position and the verb phrase. The influence of advertisement on adolescents' consumer behavior is evident in their heightened awareness of brand names. B. A tiger shark attacked Bethany Hamilton. അപ്പോൾ ഇതിൽ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എയിൽ വരുന്നത് ദ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ എന്നാണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ബിയിൽ എ ടൈഗർ ഷാർക്കാണ് അല്ലേ സബ്ജക്റ്റ് പൊസിഷൻ. നൗൺ ഫ്രേസ് ഇൻ സബ്ജക്റ്റ് പൊസിഷൻ വരുന്നത് ബിയിൽ എ ടൈഗർ ഷാർക്ക് എന്നുള്ളതാണ്. ഇനി വെർബ് ഫ്രേസ് ഫസ്റ്റ് എയിൽ വരുന്നത് ഈസ് എവിഡൻറ്റ് ഇൻ ദെയർ ഹൈറ്റൻഡ് അവയർനെസ് ഓഫ് ബ്രാൻഡ് നെയിംസ് ആണ്. ബിയിൽ വരുന്നത് അറ്റാക്ഡ്
ഹാമിൽട്ടൺ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.